ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണേ. അതെ, നമ്മുടെ പ്ലാനിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ വീടിന്റെ ബാക്ക് ഡോർസിൽ നമ്മൾ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ കരുതിയിരുന്നത് നമ്മുടെ സ്ലൈഡിംഗ് ഡോറിൽ വലിയൊരു വിൻഡോ വെക്കാന്നായിരുന്നു, എന്നിട്ട് ബാക്കിൽ വെക്കണ്ടെന്നായിരുന്നു. എന്താ അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് വരുന്ന ബാക്ക് സൈഡിലല്ലേ, അപ്പോൾ അവിടെ വിൻഡോ ഉണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും, നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ അവിടെ നമ്മൾ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതെ, അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വിൻഡോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് നമ്മുടെ ഷീറ്റ് കട്ട് ചെയ്യണം. ബാക്ക് ഡോറിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് വിൻഡോ ഒന്ന് വെച്ച് നോക്കാൻ പോവാണ്. അതെ, കറക്റ്റ് ആണോ, ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമ്മൾ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ സാധനങ്ങളൊക്കെ. അതെ, പ്രത്യേകിച്ച് വണ്ടികളുടെ സാധനങ്ങൾക്കൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇവിടെ ആൾക്കാർ ക്യാമ്പർ വാനൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ പെർ ഹവറിൽ അവരുടെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 യൂറോയാണ് ഒരു മണിക്കൂർ പണി ചെയ്യുന്നതിന്. അപ്പോൾ ഒരു ക്യാമ്പർ വാൻ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണമെന്ന് മനസ്സിലായല്ലോ. അതെ, പ്രൊഫഷണൽസ് തന്നെ എടുക്കുന്നത് 3 തൊട്ട് 4 മാസം വരെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ പണിയൊന്നും കൊടുത്തൊന്നും ചെയ്യിപ്പിക്കത്തുമില്ല, സ്വന്തമായിട്ടാണ് മാക്സിമം ആൾക്കാർ ചെയ്തത്. ഇനി അവളെ കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ മാത്രം അവർ കൊടുക്കും. കാരണം എന്നാലും നല്ല പൈസയാവും, മനസ്സിലായി. പെർ ഹവർ 80 യൂറോ വെച്ച് ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു വിൻഡോ ഫിക്സ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂർ വേണം. അപ്പം തന്നെ 320 യൂറോ പോകും, മനസ്സിലായോ, ചാർജ് ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ വിൻഡോ കട്ട് ചെയ്യാൻ പോവാണ്. വിൻഡോ കട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റ് വേണം, ജിക്സോ വേണം, പിന്നെ ഇത് ഗ്രൈൻഡറാണ്, ഗ്രൈൻഡ് ചെയ്യാനായിട്ട്, അത് സാൻഡ് ചെയ്യാനായിട്ട്. നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ സർഫസ് ഒക്കെ റഫായിട്ടിരിക്കും. അപ്പം നമുക്കത് വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡിങ് ടൂളാണിത്. പിന്നെ നമ്മുടെ കട്ടർ, ആങ്കിൾ ഗ്രൈൻഡർ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇവിടുന്ന് ഹോൾ ഇട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും. അതായത് നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ട് ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ആംഗിളിൽ നമുക്കിതിൽ കിട്ടും. അത് നമ്മൾ പേപ്പറിലോ വല്ലതും വരച്ചിട്ട് നമുക്ക് അപ്പുറത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു പൈലറ്റ് ഹോൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4mm ഡ്രിൽ ബിറ്റാണ് ഉപയോഗിക്കുന്നത്. മെറ്റൽ കട്ട് ചെയ്യുന്ന ഡ്രിൽ ബിറ്റ് തന്നെ ഉപയോഗിക്കണം. പലതരത്തിലുള്ള ഡ്രിൽ ബിറ്റുകളുണ്ടല്ലോ, അത് വുഡ്, മെറ്റൽ, അങ്ങനെ പലത്. അപ്പോൾ ഇത് മെറ്റലിനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7mm ഉള്ളൂ മാക്സിമം. 8mm ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വലിയ ഹോൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വേണ്ട ഇതേ ഒരു കാർഡ്ബോർഡ് ഇവിടെ ഇട്ടേപ്പുണ്ടേ. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചെറിയ മെറ്റൽ പീസുകൾ വരും, അപ്പോൾ താഴെ വീഴും. ഇൻ കേസ് ചെരുപ്പില്ലൊക്കെ വരുമ്പോൾ കൊണ്ട് കയറും. അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ ഇതേപോലെ ഒരു ടേപ്പ് ഇവിടെ ഒട്ടിച്ച് വെക്കാമെന്ന് കരുതുന്നത്. ഇപ്പം വീഴുന്ന കുറേയൊക്കെ ഒഴിവാക്കി കിട്ടും. ഇതിങ്ങനെ പറ്റിയിരിക്കും. ഞാൻ നോക്കട്ടെ അത് വർക്കാകുമോ. ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണം. അപ്പോൾ കുറച്ചൊക്കെ ഇതേ വന്ന് പറ്റിയിരിക്കും അല്ലേ. അതെ, ഇത് കണ്ടോ, എന്താ ഇവിടെ പറ്റിയിരിക്കുന്നുണ്ടോ ഇതേപോലെ. ചെറിയ ഡ്രിൽ ബിറ്റ് വെച്ചാണ് ഹോൾ ഇട്ടത് 4mm. നമുക്ക് ഹോൾ വലുതാക്കാൻ പോവാണ്. എൻ്റെ ഉള്ള ഏറ്റവും വലുത് 7mm ഉള്ളത്. ഈ ബ്ലേഡ് വെച്ചാണ് നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാണ്, മനസ്സിലായോ. പക്ഷേ ഇത് കയറത്തില്ല, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് 1mm കുറവുണ്ട്. അപ്പോൾ ഞാൻ ഹോൾ ഒന്നുകൂടി ഒന്ന് വലുതാക്കാമെന്ന് കരുതി ഈ 7mm ഡ്രിൽ ബിറ്റ് തന്നെ വെച്ച് സൈഡിൽ കൂടെ ഒന്നും കൂടി ഒന്ന് കിഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലേഡിന് ഈസി ആയിട്ട് കയറുതാ, നോക്ക് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. മെറ്റൽ കട്ട് ചെയ്ത് നോക്കാം എന്താ. ജിക്സോ വെച്ച് മുറിച്ചിട്ട് കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ആങ്കിൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് ഇതായാലും മതിയില്ല, കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആങ്കിൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഞാൻ ഇത് വെച്ച് തന്നെ കട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്തേപ്പുണ്ട്. 100% പെർഫെക്റ്റ് അല്ല, എന്നാലും ഓക്കെ 90% പെർഫെക്റ്റ് ആണ്. ഇതാ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ആ പൊടികളെല്ലാം കണ്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ എടുത്താൽ കളഞ്ഞു കഴിഞ്ഞാൽ
കുറച്ച് ക്ലീനായി. പിന്നെ നമുക്കൊന്ന് വാക്വം ക്ലീനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാം. എന്താ അപ്പോൾ ഇനി അടുത്ത സൈഡും കൂടെ നമ്മൾ കട്ട് ചെയ്യാൻ പോകും. സൈഡ് കട്ട് ചെയ്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ചിപ്സ് ഇങ്ങനെ നിൽപ്പുണ്ടായിരിക്കും. അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇനി നമ്മൾ നാളെയാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് രാത്രിയായിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ നമുക്ക് ഒട്ടിക്കാനൊക്കത്തില്ല, തണുപ്പ് കുറച്ച് കൂടുതലാണ് രാത്രി ആകുമ്പോഴത്തേക്ക്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്യണം. ആ ഗ്രൈൻഡിങ് വീൽ എൻ്റെ കയ്യിലില്ല, അത് വാങ്ങിക്കുകയും ചെയ്യണം. നാളെ എനിക്ക് ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ഹലോ, അപ്പം ഷാരി കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പണിയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഷാരി വരും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ പണിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇന്നലെ നമ്മളിവിടെ കട്ട് ചെയ്തല്ലോ, ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്യണം. അതായത് ഈ എഡ്ജൊക്കെ കണ്ടില്ലേ ഷാർപ്പായിട്ടിരിക്കുകയാണ് ഈ എഡ്ജസൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ വിൻഡോ ഒട്ടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ റെസ്റ്റ് ആകും, തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കോർണറൊക്കെ ഉണ്ടോ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആംഗിൾ ഗ്രൈൻഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ടൂളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സേഫ്റ്റി ഗ്ലാസ് വെക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഗ്ലൗസ് ഇടണം, ഇതൊക്കെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ഇതായിപ്പോൾ കണ്ടോ ഈ കർവൊക്കെ നല്ലോണം സ്മൂത്ത് ആയിട്ടുണ്ട്, കണ്ടോ ഈ എഡ്ജൊക്കെ നല്ലോണം സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം അടിപൊളിയായി. അപ്പം നമ്മളിത് റഫായിട്ടാണ് ഇപ്പം ഗ്രൈൻഡ് ചെയ്തത്. ഇനി നമ്മളൊന്ന് സ്മൂത്ത് ആക്കാൻ പോവാണ്. അതിന് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഈ ടൂൾ. ഇത് കണ്ടോ ഈ സാൻഡ് പേപ്പർ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ഈ എഡ്ജസൊക്കെ നല്ല സ്മൂത്താകും. അപ്പോൾ ആംഗിൾ ഗ്രൈൻഡറിൽ വെച്ചേക്കുന്നത് അത് ഭയങ്കര റഫായിട്ടുള്ള വീലാണ്. അപ്പോൾ അത് പരിപരാന്നിരിക്കും. ഇത് വെച്ച് പിടിച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്താകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കാം. ഓക്കെ, ഇതാ ഇന്നലെ നമ്മളവിടെ ഒരു ടേപ്പ് ഒട്ടിച്ച് വെച്ചില്ലേ, അപ്പോൾ ആ ടേപ്പിൽ പറ്റിയിരിക്കുന്ന ഇത് കണ്ടില്ലേ മെറ്റൽ ചിപ്സ് കണ്ടോ, ചെറിയ ചെറിയ പൊടി. അപ്പോൾ നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് ഇളക്കി കളയാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ എല്ലാം ആകും. ഇത് എന്തായാലും നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. കണ്ടോ ഇപ്പോഴും നല്ലോണം ഫിനിഷ് ആയിട്ടുണ്ട്, കണ്ടോ ഈ കർവൊക്കെ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് അടിയാണ്. ഇത് വൈറ്റ് പെയിൻ്റ് ആണ്, മെറ്റൽ പെയിൻറ്റ്. അപ്പോൾ ഇത് സ്പ്രേ പെയിൻ്റ് ആണ്, നമുക്ക് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ച് അടിക്കാം. അപ്പോൾ ഞാൻ കരുതുന്നത് ഞാൻ ബ്രഷ് വെച്ച് അടിക്കാനാണ്. കാര്യം ഈ ചെറിയ എഡ്ജ് അല്ലേ, അപ്പോൾ അവിടെയൊക്കെ കറക്റ്റായിട്ട് ചെല്ലണമെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ച് തന്നെ അടിക്കണം. സ്പ്രേ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും, ഇവിടെ എല്ലാം ആകും. അപ്പോൾ അതിന് ബെറ്റർ നമുക്ക് ഈ ടിന്നിലെ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ച് ഈസി ആയിട്ട് അടിക്കാം. നമുക്ക് അവിടെ അടിക്കാനായിട്ട് കുറച്ച് പെയിൻറ്റ് മതി, വളരെ കുറച്ച്. അതുകൊണ്ട് ഞാൻ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാന് കട്ട് ചെയ്തിട്ട് ഇതിലൊഴിച്ചിട്ട് നമുക്ക് അടിക്കാമെന്ന് കരുതുന്നത്. പിന്നെ കുറച്ച് തിന്നറുമായിട്ട് മിക്സ് ചെയ്യാൻ വേണം, കാരണം ഈ പെയിൻറ്റ് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ തിന്നർ ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിന്നാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പണിയൊക്കെ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ സ്നോ ഹൗസ് ഉണ്ടാക്കി, പിന്നെ ഇഗ്ലൂ ഹൗസ് ഉണ്ടാക്കി, ഇപ്പോൾ ക്യാമ്പർ വാൻ ബിൽഡ് ചെയ്യാമെന്ന്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ കാർപ്പൻ്ററാണോ, നിങ്ങൾക്ക് എല്ലാ പണിയും അറിയുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ പണിയും അറിയത്തില്ല, എന്നാലും നമ്മൾ കുഞ്ഞിലെയൊക്കെ പല പണികളും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ മേശയുടെ കൂടെ പോയിട്ട് മൈക്കാട് പണി ചെയ്തിട്ടുണ്ട്, പിന്നെന്താണ് ബ്രെഡ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനെ കാർപ്പൻ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പണികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ നോളജൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് പല പണികളും പഠിച്ചു, പഠിച്ചു, ഇൻ്റർനെറ്റിലൂടെ പഠിച്ചു. അങ്ങനെ നമ്മൾ നോക്കിയും കണ്ടും പല പണികളും ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്, അല്ല നമ്മൾ എല്ലാം പഠിച്ചിട്ട് ഒരാളായിട്ട് വന്നതല്ല. പല പണികളും നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പം നമ്മൾ ഈ ക്യാൻ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒഴിക്കാം. ആക്ച്വലി നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ എല്ലാ ചെക്കന്മാരും അത്യാവശ്യം എല്ലാ പണിയും ചെയ്യുന്നവരാണ്. അവർ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്താണ് പഠിക്കുന്നതും വളരുന്നതും വലുതാകുന്നതും ഒക്കെ. അതേപോലെ തന്നെയാണ് ഞാനും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ച് പെയിൻറ്റ് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് മതി, ഇത്ര മതിയാവും. പിന്നെ ഒരു ലേശം തിന്നർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ വളരെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിക്കാമെന്നാണ് കരുതുന്നത്. അപ്പം നമുക്കിനി ഇവിടേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ മറന്നിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുന്നത്, നമ്മളിപ്പോ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. A to Z സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണ് ഓരോന്നായിട്ട്. ഇത്ര നമ്മൾ കൃത്യമായിട്ട് ഷോപ്പിംഗ് ചെയ്താലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്ലാൻസ് മാറ്റും. ഞങ്ങൾക്ക് ഇന്ന സാധനം വേണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ തോന്നും, കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും മാറ്റി കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പോൾ അതെ, നമ്മളിവിടെ പെയിന്റ് ഒക്കെ അടിച്ചതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതെ, ഒട്ടിക്കുന്നതിന് മുന്നേ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പെയിന്റ് അടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, അല്ലെങ്കിൽ റസ്റ്റ് ആവും. അതിൻ്റെ കൂടെ ഈ റബ്ബർ സീൽ സ്ട്രിപ്പും വെക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനന്ന് വെച്ച് കൊടുക്കട്ടെ. അതെ, അതായത് നമ്മളിങ്ങനെ കയറ്റി വെക്കാൻ കുറച്ച് പാടാണ്. ഇവിടെ നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് കർവിലൊക്കെ അതെ, കർവിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ആവണം. അതായത് ഇതൊരു വാട്ടർ പ്രൂഫിങ്ങും പിന്നെ എന്താണ് തുരുമ്പ് പിടിക്കാതെയും പല കാര്യങ്ങളും, കൈയൊക്കെ മുറിയാതെയൊക്കെ ഇരിക്കും. ഓൾറെഡി ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, നല്ല ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതായത് നമ്മൾ രണ്ടെണ്ണത്തിലും റബ്ബറിൻ്റെ സീൽ സ്ട്രിപ്പ് വെച്ചേക്കുണ്ട്. അതെ, ഇനിയിപ്പം നമുക്ക് കണ്ടോ, ഇനിയിപ്പം കൈയൊന്നും മുറിയത്തില്ല, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട്. സന്ധ്യ ആയപ്പോഴത്തേക്ക് ഭയങ്കര കൊതുകിൻ്റെ ശല്യം. ഇനി സമ്മർ ആയി കഴിഞ്ഞാൽ കൊതുകും പ്രാണികളും എല്ലാം ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ. അതെ, നമ്മുടെ വിൻഡോ അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ അല്ലേ ഇതിൽ നിന്നുള്ളൊരു വ്യൂ? നോക്കിയേ, ആ അടിപൊളി. അപ്പം ഇനി ഇവിടുത്തെ വിൻഡോയുടെ കാര്യമാണ്, അത് ഞങ്ങൾ ഇങ്ങനെ 50-50 നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അതെ, ഇവിടെ വിൻഡോ വേണോ വേണ്ടേ എന്നുള്ള അഭിപ്രായം എല്ലാവരുടെയും എന്താണ്, ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനിലാണ്. ഓൾറെഡി ഞങ്ങളിവിടെ വെച്ചു ഇപ്പം 2 എണ്ണം. അപ്പം ഇവിടുത്തെ ഈ വിൻഡോയുടെ കാര്യം എന്തായാലും പരിഗണനയിലുണ്ട്, നമുക്ക് നോക്കാം. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമുക്ക് വിൻ്ററിൽ സ്നോ മാറ്റി തരുന്ന അങ്കിൾ വന്നിട്ടുണ്ട്. നമ്മുടെ വീട് പണിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വന്നതാണ് പുള്ളി. എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ അതേ വിൻഡോ വെച്ചില്ലേ, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വല്ല ലീക്കിംഗ് ഒക്കെ ഉണ്ടോയെന്ന്. ഇത് ചെറിയ രീതിയിൽ ലീക്കിംഗ് ഉണ്ട് ഇതിനുള്ളിൽ, അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ഇതിനുള്ളിൽ യാതൊരു വിധത്തിലുള്ള ലീക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരു ലീക്കിങ്ങും ഇല്ല കേട്ടോ. അതെ, ഒരു തുള്ളി വെള്ളം പോലെ എന്റെ കയ്യിലെങ്ങും പറ്റുന്നില്ല. നോക്ക്, വെളിയിലാണ് വെള്ളം കാണുന്നത്, നമ്മള് അകത്തൊരു തുള്ളി പോലും ഇല്ല. നമ്മൾ നല്ല രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നല്ല സ്ട്രോങ് ആണ് നമ്മുടെ വിൻഡോ, അതാ കണ്ടോ, നല്ല സ്ട്രോങ് ആണ്, അടിപൊളി. ഞങ്ങൾക്ക് ശരിക്കും ഒരു വിൻഡോ വെച്ചതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും കിട്ടിയത് അല്ലേ. ലീക്കിംഗ് ഒക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര ഒരു ചെറിയൊരു സങ്കടം പോലൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയാണ്, ഒരു തുള്ളി പോലും ലീക്കിംഗ് ഇല്ല. ഇത് കണ്ടോ, എങ്ങൊന്നും ഇല്ല, കണ്ടോ, അടിപൊളി. അങ്ങനെ നമ്മുടെ വിൻഡോ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 പറയാം എല്ലാവർക്കും. ബൈ ബൈ.